നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. Planning to buy your dream jewelry the smart way? Introducing our jewelry purchase program, a simple way to purchase your jewelry through easy monthly installments. Choose the monthly installment amount and plan duration as per your convenience. Gold weight equivalent to your monthly payment gets accumulated every month. Bring home your dream jewelry at the end of the program. Complete transparency and the assurance of the trusted Malabar Promise. Bring home the shine with the Jewelry Purchase Program. Enroll today. ഇറാനും യുഎസ് ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ കനത്ത ഇന്ധന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി വിദഗ്ധർ. പ്രധാന എണ്ണ ഇടനാഴിയായ ഹോർമൂസ് കടലെടുക്ക് ഇറാൻ അടച്ചതോടെ ആഗോളതലത്തിൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടതാണ് ഓസ്ട്രേലിയയെയും പ്രതിസന്ധിയിലാക്കുന്നത്. നിലവിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില $2 മുകളിൽ കുതിച്ചുയരുകയാണ്. പലയിടങ്ങളിലും ജനങ്ങൾ പരിഭ്രാന്തരായി ഇന്ധനം ശേഖരിക്കുവാൻ തുടങ്ങിയതോടെ വിതരണ ശൃംഖല തകരാറിലാകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കാർഷിക മേഖലയ്ക്കും അവശ്യ സർവീസുകൾക്കും ഇന്ധനം ഉറപ്പാക്കുന്നതിനായി റേഷനിംഗ് ഏർപ്പെടുത്തണമെന്ന വൺ നേഷൻ MP ബാർണബി ജോയ്സ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സർക്കാർ ഇപ്പോൾ അത്തരമൊരു നീക്കത്തെ അനുകൂലിച്ചിട്ടില്ല. രാജ്യത്ത് ആവശ്യത്തിന് ഇന്ധന ശേഖരമുണ്ടെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ഊർജ്ജമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ന്യൂ സൌത്ത് വെയിൽസിൽ ഇന്ധന ലഭ്യത കുറയുമെന്ന ആശങ്കയെ തുടർന്ന് പ്രീമിയർ ഇന്ധന കമ്പനികളുടെ പ്രതിനിധികളുമായി അടിയന്തര ചർച്ച നടത്തി. ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഓസ്ട്രേലിയയെയും ബാധിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ സിഡ്നിയിലെയും പരിസര പ്രദേശങ്ങളിലെയും പെട്രോൾ പമ്പുകളിൽ ജനങ്ങൾ ഇന്ധനം നിറയ്ക്കുവാൻ വലിയ തിരക്ക് കൂട്ടുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ. ഇന്ധന കമ്പനികളായ ആംപോൾ, വിവ എനർജി എന്നിവയുടെ മേധാവികളുമായാണ് പ്രീമിയർ കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാനത്ത് നിലവിൽ ആവശ്യത്തിന് ഇന്ധനശേഖരമുണ്ടെന്നും ജനങ്ങൾ പരിഭ്രാന്തരായി വാങ്ങി കൂട്ടേണ്ട സാഹചര്യമില്ലെന്നും പ്രീമിയർ ഉറപ്പു നൽകി. പമ്പുകളിൽ അനാവശ്യമായി തിരക്ക് കൂട്ടുന്നത് വിതരണ സംവിധാനത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നും ഓർമ്മിപ്പിച്ചു. അതേസമയം വരും ദിവസങ്ങളിൽ ഇന്ധനവിലയിൽ വർധനവുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ സ്ഥിതിഗതികൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഓസ്ട്രേലിയയിൽ അഭയം തേടിയ ഇറാനിയൻ വനിതാ ഫുട്ബോൾ ടീമിലെ 5ാമത്തെ അംഗവും അപേക്ഷ പിൻവലിച്ച് രാജ്യം വിട്ടു. ടീം ക്യാപ്റ്റൻ സെഹ്റ ഖൻബെരിയാണ് ഏറ്റവും ഒടുവിൽ തന്റെ തീരുമാനം മാറ്റി മടക്കയാത്ര തെരഞ്ഞെടുത്തത്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ഇവർ ഓസ്ട്രേലിയയിൽ നിന്നും മലേഷ്യയിലേക്ക് തിരിച്ചതായി ഹോം അഫയേഴ്സ് മന്ത്രി ടോണി ബർക്കിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. ഏഷ്യൻ കപ്പ് ടൂർണമെന്റിനിടെ ഇറാനിലെ സുരക്ഷാ സാഹചര്യങ്ങൾ ഭയന്ന് 6 താരങ്ങളും ഒരു സപ്പോർട്ട് സ്റ്റാഫും ഉൾപ്പെടെ 7 പേർക്കാണ് ഓസ്ട്രേലിയ മാനുഷിക പരിഗണന നൽകി വിസ അനുവദിച്ചിരുന്നത്. എന്നാൽ ഇറാനിലുള്ള തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ ഭരണകൂടത്തിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ തീരുമാനം മാറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 താരങ്ങൾ മടങ്ങിയതിന് പിന്നാലെ ക്യാപ്റ്റൻ കൂടി പോയതോടെ ഇനി 2 അംഗങ്ങൾ മാത്രമാണ് ഓസ്ട്രേലിയയിൽ അവശേഷിക്കുന്നത്. ഓസ്ട്രേലിയയും ഇസ്രായേലും ഉൾപ്പെടെ 6 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിന് ഇന്ത്യ. ആഗോളതലത്തിൽ വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഓസ്ട്രേലിയ, ഇസ്രായേൽ ഉൾപ്പെടെ 6 രാജ്യങ്ങളുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ സജീവമാക്കിയതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഓസ്ട്രേലിയയെ കൂടാതെ ശ്രീലങ്ക, പെറു, ചിലി, ഇസ്രായേൽ, യൂറേഷ്യൻ എക്കണോമിക് യൂണിയൻ എന്നീ രാജ്യങ്ങളുമായാണ് നിലവിൽ ഇന്ത്യ ചർച്ചകൾ നടത്തുന്നത്. ഓസ്ട്രേലിയയുമായുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിനായി ഇതുവരെ 11 റൌണ്ട് ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. കൂടാതെ ഓസ്ട്രേലിയയുമായി നവംബറിൽ ഒപ്പിട്ട ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ട ചർച്ചകൾ ഈ വർഷം ഫെബ്രുവരിയിൽ വിജയകരമായി നടന്നു. ശ്രീലങ്കയുമായി സാങ്കേതിക സാമ്പത്തിക സഹകരണത്തിനായി 14 റൌണ്ട് ചർച്ചകളാണ് ഇതുവരെ നടന്നത്. ചരക്ക് സേവന മേഖലകളിലെ നികുതി ഇളവുകൾ, നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം, IT, ഫാർമ മേഖലകളിലെ സഹകരണം എന്നിവ ഉറപ്പാക്കി വിദേശ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത നൽകാനാണ് ഈ കരാറുകളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ബ്രിസ്ബെയിനിൽ നിന്ന് മെൽബണിലേക്ക് പറന്ന വെർജിൻ ഓസ്ട്രേലിയ വിമാനത്തിനുള്ളിൽ യാത്രക്കാരന്റെ കൈവശമുണ്ടായിരുന്ന ഇലക്ട്രോണിക് സിഗരറ്റ് കത്തിയതിനെ തുടർന്ന് വിമാനത്തിൽ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബ്രിസ്ബെയിനിൽ നിന്ന് പുറപ്പെട്ട VA328 വിമാനത്തിലാണ് സംഭവം. വിമാനം മെൽബണിൽ ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് വേപ്പിനെ തീപിടിച്ചത്. തുടർന്ന് പൈലറ്റ് ഉടൻ തന്നെ പാൻ കോഡ് വഴി അടിയന്തര സഹായം തേടുകയായിരുന്നു. അപായ സാധ്യതയുണ്ടെങ്കിലും വിമാനം അപകടത്തിലല്ല എന്ന സൂചന നൽകുന്ന സന്ദേശമാണിത്. വിമാനത്തിനുള്ളിൽ പുക ഉയർന്നതിനെ തുടർന്ന് യാത്രക്കാരും ക്രൂവും ജാഗ്രത പാലിച്ചു. വൈകുന്നേരം 4:30 മെൽബൺ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറങ്ങിയ വിമാനത്തെ അഗ്നിശമന സേനാ വിഭാഗം അനുഗമിച്ചു. തുടർന്ന് വിദഗ്ധർ വിമാനത്തിൽ പ്രവേശിക്കുകയും തീപിടിച്ച ഉപകരണം പുറത്തെടുക്കുകയും ചെയ്തു. എവിടെ ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്.
അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെ ആയാലും അപ്പായാലും മുനിപ്പേരിയതാണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. ക്വീൻസ്ലാൻഡിൽ ട്രക്കിങ്ങിനിടെ ഉണ്ടായ അപകടത്തിൽ 18 വയസ്സുകാരിയായ യുവതി മരിച്ചു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തായ 18 വയസ്സുകാരൻ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സൺഷൈൻ കോസ്റ്റിലെ ഗ്ലാസ് ഹൌസ് പർവ്വതനിരകളിലുള്ള മൌണ്ട് ബീറുവായിൽ ഇന്നലെയായിരുന്നു ദാരുണമായ സംഭവം ഉണ്ടായത്. മലയിറങ്ങുന്നതിനിടെ ഇരുവരും ഏകദേശം 60-90 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഹെലികോപ്റ്റർ മാർഗം സൺഷൈൻ കോസ്റ്റ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം ഗോൾഡ് കോസ്റ്റിലെ മൌണ്ട് ബാർണിയയിൽ ഒറ്റപ്പെട്ടു പോയ 6 യുവാക്കളെ രക്ഷപ്പെടുത്തി. 18-നും 19-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവർ. മലയുടെ മുകളിൽ കുടുങ്ങിയ വിവരം ഇവർ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് രാവിലെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഇവരെ സുരക്ഷിതമായി താഴെയെത്തിച്ചു. മെൽബണിലെ മലയാളി കൂട്ടായ്മയായ പുലരിയുടെ വാർഷിക സ്റ്റേജ് ഷോ പാസ് 2026 ഇനി വെറും ദിവസങ്ങൾ മാത്രം. വിക്ടോറിയയിലെ ഏറ്റവും വലിയ മൾട്ടികൾച്ചറൽ ടാലന്റ് ഷോകളിൽ ഒന്നായ ഈ കലാമേള മാർച്ച് 21 ശനിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ സ്പ്രിംഗ്വെയിൽ സിറ്റി ഹാളിൽ അരങ്ങേറും. 100% പ്രാദേശിക കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന ഈ മെഗാ ഷോയിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. പരിപാടിയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യൽ ലിങ്ക് വഴിയോ പുലരിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ വഴിയോ നിങ്ങൾക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. കണ്ണൂരിൽ സിപിഐഎമ്മിനെ ഞെട്ടിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ ഗോവിന്ദൻ പാർട്ടി വിട്ടു. തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് ടി കെ ഗോവിന്ദൻ പാർട്ടി വിട്ടത്. 3 തവണ എംഎൽഎ ആയതിനു ശേഷം 4ാം തവണ ആ കസേരയിൽ ഭാര്യയെ ഇരുത്തുന്നത് ശരിയല്ല. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പിന്നിൽ അഴിമതി നടത്താനാണെന്നും ടി കെ ഗോവിന്ദൻ ആരോപിച്ചു. ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും UDF പിന്തുണ തന്നാൽ സ്വീകരിക്കുമെന്നും ടി കെ ഗോവിന്ദൻ പറഞ്ഞു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബിജെപി 47 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ, മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, തൃശൂർ പത്മജ വേണുഗോപാൽ, കാഞ്ഞിരപ്പള്ളി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, പാല ഷോൺ ജോർജ്, പൂഞ്ഞാർ PC ജോർജ്, കഴക്കൂട്ടം വി മുരളീധരൻ, കാട്ടാക്കട PK കൃഷ്ണദാസ്, തിരുവല്ല അനൂപ് ആന്റണി എന്നിവർ മത്സരിക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.